വളരെ ക്വിക്കായിട്ട് കുറച്ച് ജിയോ പൊളിറ്റിക്കൽ ഡെവലപ്മെൻറ്റ്സ് ആണ്. ഇതിൽ മഹാനേർ എന്ന് പറയുന്നത് ഇറാൻ്റെ ഒഫീഷ്യൽ പാസഞ്ചർ എയർക്രാഫ്റ്റാണ്. അവർ സന എയർപോർട്ടിൽ വീണ്ടും ട്രിപ്പ് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ആയത്തുല്ല അലി ഖമനയുടെ സെറമണിയൊക്കെ കഴിഞ്ഞ് അതിന് വേണ്ടിയിട്ടാണ് കഴിഞ്ഞ ഒരാഴ്ച മൊത്തം മഹാനേർ സനായിൽ ലാൻഡ് ചെയ്തത്. സന എന്ന് പറയുന്നത് യമൻ്റെ തലസ്ഥാനം. അവിടേക്കുള്ള എയർപോർട്ടിലേക്കാണ് ഈ മഹാനേർ വന്നിങ്ങനെ ട്രിപ്പ് അടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് സൗദി അറേബ്യയ്ക്ക് വല്ലാത്ത രീതിയിൽ അസ്വസ്ഥത ഉണ്ടാക്കുന്നുണ്ട്. കാരണം ഈ മഹാനേറിലൂടെ ഇനി ഫ്യൂച്ചറിൽ ആയുധക്കടത്ത് നടത്താനുള്ള സാധ്യതയുണ്ട്. ഇത് ഇറാനും യമനും തമ്മിൽ ഒരു സ്വാഭാവിക പ്രക്രിയയിലേക്ക്, അതായത് അവർ തമ്മിൽ ഒരു നോർമൽ റിലേഷൻഷിപ്പ് എന്നുള്ള നിലയിലേക്ക് ഫ്യൂച്ചറിൽ ഈ എയർ ട്രാൻസ്പോർട്ടേഷൻ മാറാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിലൂടെ അവർ ഫ്ലൈറ്റ് സർവീസ് കൂടുതൽ വർദ്ധിപ്പിക്കാനും കാർഗോ എയർക്രാഫ്റ്റുകളുടെ സർവീസ് തുടങ്ങാനും വീണ്ടും ഇറാനിൽ നിന്നും ആയുധങ്ങൾ ലോഡ് കണക്കിൽ യമൻ്റെ ഉള്ളിലേക്ക് ഇറക്കാനും ഇത് വഴിയൊരുക്കും. ഇത് മുൻകൂട്ടി കണ്ടുകൊണ്ട് സൗദി അറേബ്യ ഇന്ന് സന എയർപോർട്ടിലേക്ക് ഒരു ആക്രമണം ഉച്ചയോടുകൂടി, അതായത് തിങ്കളാഴ്ച ഉച്ചയോടുകൂടി സൗദി അറേബ്യ യമൻ്റെ ഉള്ളിലുള്ള സന എയർപോർട്ടിലേക്ക് ആക്രമണം നടത്തിയിരിക്കുകയാണ്. സൗദി അറേബ്യ في هذه اللحظات مشاهدينا الكرام كما تشاهدون غارات يومية عدوانية على مطار صنعاء الدولي. إلى حد الآن بغارتين استهدفت مدرج الهبوط والإقلاع هنا كما تشاهدون. الآن غارات عدوانية متواصلة. شوفوا 4 غارات. الآن غارات عدوانية متواصلة. സൗദി അറേബ്യ ബാക്ക്ഡ് യമനികളല്ല അറ്റാക്ക് നടത്തിയത്. സൗദി അറേബ്യ ഡയറക്റ്റ് ആയിട്ട് എയർ സ്ട്രൈക്ക് നടത്തിയിരിക്കുകയാണ്. ഇതിനെക്കുറിച്ചുള്ള വാർത്ത നമ്മൾ 2-3 ദിവസം മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇറാൻ്റെ മഹാനേർ സനായിൽ അല്ലെങ്കിൽ ഹൂത്തികളുടെ കസ്റ്റഡിയിലുള്ള എയർപോർട്ടിൽ ലാൻഡ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് വലിയ രീതിയിലേക്ക് ഒരു എസ്കലേഷന് സാധ്യതയുണ്ടെന്ന് നമ്മൾ പലപ്പോഴായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. വാർത്തകൾ തുടർച്ചയായിട്ട് കാണുന്നവർക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പോൾ ആ ഒരു അവസ്ഥയിലേക്ക് എത്തിപ്പെട്ടിരിക്കുകയാണ്. ഇപ്പോൾ പാകിസ്ഥാൻ ഇപ്പം നെഞ്ചിടിപ്പ് കൂടുന്നുണ്ട്. കാരണം പാകിസ്ഥാനിന് ഇപ്പം യമനെതിരെ യുദ്ധത്തിന് പോകേണ്ടി വരും. അല്ല, അവർക്ക് മാറി വയ്ക്കാൻ പറ്റത്തില്ല. കാരണം അവർ ഡിഫൻസ് പാക്റ്റ് ഒക്കെ സൈൻ ചെയ്തിട്ടുണ്ടല്ലോ. ന്യൂക്ലിയർ അംബർല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുടയും പിടിച്ചുകൊണ്ടൊക്കെ പോയതാണല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും അവിടെ ഇറങ്ങേണ്ടി വരും. സൗദി അറേബ്യ യുദ്ധത്തിലേക്ക് അടുക്കുന്നത് പാകിസ്ഥാന് നെഞ്ചിടിപ്പ് ഉണ്ടാക്കുന്ന കാര്യം തന്നെയാണ്, അല്ലെങ്കിൽ അതൊരു മാറ്റമില്ല. പാകിസ്ഥാൻ പോകുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ UAEക്ക് കടം വീട്ടാൻ വേണ്ടിയിട്ട് സൗദി അറേബ്യ കുറച്ച് പൈസയൊക്കെ കൊടുത്തിട്ടുണ്ട്. ഒരു $3 ബില്യൺ വർത്ത് വരുന്ന എമൗണ്ടൊക്കെ സൗദി അറേബ്യ കൊടുത്തിട്ടുണ്ട് ഈ ഇടയ്ക്ക്. അപ്പോൾ ഇതൊക്കെ വെള്ളത്തിലാവുമോ എന്നറിയത്തില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊക്കെ പണിയെടുപ്പിക്കണ്ടേ. അതുപോലെ തന്നെ സൗദി അറേബ്യ പാകിസ്ഥാനിൻ്റെ കുറച്ച് എയർക്രാഫ്റ്റും കാര്യങ്ങളൊക്കെ അവിടെ കൊണ്ട് നിർത്തി വെച്ചിട്ടുണ്ട്. ഫൈറ്റർ ജെറ്റുകളൊക്കെ അവിടെ കൊണ്ട് ഡോക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം എടുത്ത് ഉപയോഗിക്കാൻ തുടങ്ങി. എയർക്രാഫ്റ്റൊക്കെ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സൗദി അറേബ്യ എടുത്ത് തിരിച്ച് ചോദിക്കാനൊന്നും പാടില്ല. അതൊക്കെ യുദ്ധത്തിൻ്റെ ഇടയിൽ ഇത്തരത്തിലുള്ള ഡാമേജസ് ഒക്കെ സ്വാഭാവികമാണ്. ഇതിൻ്റെ ഇടയ്ക്കാണ് ഇസ്രായേലിൻ്റെ സൈഡിൽ നിന്നും ഒരു വെളിപ്പെടുത്തൽ. മെഹ്മൂദ് അഹമ്മദി നെജാദ് എന്ന് പറഞ്ഞൊരു വ്യക്തി, ഈ അഹമ്മദി നെജാദ് എന്ന് പറഞ്ഞ വ്യക്തി മൊസാദിൻ്റെ ഏജൻ്റ് ആയിരുന്നു അത്രേ. ഇറാൻ്റെ ഉള്ളിൽ റെജിം ചേഞ്ച് നടന്നു കഴിഞ്ഞാൽ ഈ വ്യക്തിയെ തലപ്പത്ത് കൊണ്ടുവരാനാണ് ഇസ്രായേൽ പ്ലാൻ ചെയ്തിരുന്നത്. ഈ അഹമ്മദ് നെജാദ് എന്ന് പറഞ്ഞ വ്യക്തി 2024 സെപ്റ്റംബർ മാസം ഹംഗറിയിൽ വെച്ചിട്ട് മൊസാദിൻ്റെ ചീഫായിട്ടുള്ള ഡേവിഡ് ബാർണിയയെ മീറ്റ് ചെയ്തിട്ടുണ്ട്. അൺഫോർച്ചുനേറ്റ്ലി അവിടെ റെജീം ചേഞ്ച് സംഭവിച്ചില്ല. അതോടൊപ്പം തന്നെ മൊസാദ് നടത്തിയ ഒരു ഓപ്പറേഷൻ, ഇറാൻ്റെ ഉള്ളിൽ നടത്തിയ ഓപ്പറേഷനിൽ IRGCയുടെ കീ മെമ്പേഴ്സിനെ എലിമിനേറ്റ് ചെയ്തുകൊണ്ടിരുന്ന സ്ഥലത്ത് നിന്ന് ഇയാളെ രക്ഷപ്പെടുത്തി വിട്ടതും മൊസാദാണെന്നുള്ള വാർത്തയും കൂടി വരുന്നുണ്ട്. ഇയാൾക്ക് ചെറിയ പരിക്കുകളെ ഉണ്ടായിരുന്നുള്ളൂ. ആ പരിക്കേറ്റതോടുകൂടി പുള്ളിക്കാരൻ ചികിത്സയിലായിരുന്നു, IRGCയുടെ കസ്റ്റഡിയിലായിരുന്നു. അതിനെ തുടർന്ന് ഈ അഹ്മദി നെജാസ് മൊസാദുമായിട്ട് പിന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടില്ല, ഇതുവരെ പിന്നെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് മൊസാദ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ അതേസമയം ആയത്തുല്ല അലി ഖമനയുടെ ബറിയൽ സെറമണിയിൽ, ഫ്യൂണറൽ സെറമണിയിൽ ഇയാളെ പോലത്തെ സാമ്യതയുള്ള, ഇയാളുടെ രൂപസാദൃശ്യമുള്ള വ്യക്തിയെ കണ്ടെത്തിയതായിട്ട് ഇസ്രായേൽ നോട്ടീസ് ചെയ്തിട്ടുണ്ട്. അതിനെ തുടർന്നാണ് അവർ ഈ വിഷയം ഇപ്പം പബ്ലിക്കലി അനൗൺസ് ചെയ്തിരിക്കുന്നത്. ഇറ്റ് മീൻസ് പുള്ളിക്കാരൻ ജീവിച്ചിരിപ്പുണ്ട്,
പക്ഷേ IRGCയുടെ കസ്റ്റഡിയിലാവാനാണ് സാധ്യത എന്നുള്ള തരത്തിലാണ് ഇസ്രായേൽ ഈ വ്യക്തിയെക്കുറിച്ച് ഇപ്പം പബ്ലിക്കലി അനൗൺസ് ചെയ്തിരിക്കുന്നത്. എനിവേ, ഇപ്പോൾ ഈ ഒരു വ്യക്തിയുടെ പേരും ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ റിവീൽ ചെയ്തിട്ടുണ്ട്. ഇത് എന്തിനാണെന്നുള്ളത് ഇനി കുറച്ച് കഴിഞ്ഞ് മാത്രമേ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഇറാൻ കുറച്ച് ക്ലെയിംസ് മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഈ ക്ലെയിംസ് എന്താണെന്ന് പറഞ്ഞാൽ, അതായത് അവർ ഞായറാഴ്ച നടത്തിയ ആക്രമണങ്ങളെക്കുറിച്ചുള്ള ക്ലെയിമാണ് അവർ മുന്നോട്ട് വെക്കുന്നത്. പക്ഷേ ഇവിടെയെല്ലാം തന്നെ നമ്മൾ ഇതിന് മുമ്പുള്ള വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ അത്ര വലിയ ഇമ്പാക്റ്റ് ഒന്നും ഉണ്ടായിട്ടില്ല. പ്രിൻസ് ഹസൻ എയർബേസ് ജോർദാൻ, അവിടെ ഞങ്ങൾ അറ്റാക്ക് നടത്തിയിട്ടുണ്ട്. അവിടെ ജോർദാനിൽ ഇപ്പോൾ കുയോമിയോ വിളിയാണ്. അവിടെ മൊത്തം ഇപ്പോൾ കത്തി നശിച്ച് ഒന്നുമില്ലാതായിരിക്കുകയാണ് ജോർദാൻ്റെ ഉള്ളിൽ. ജോർദാൻ്റെ ഉള്ളിൽ അമേരിക്കൻ ബേസ്, നിങ്ങൾ അമേരിക്കൻ ബേസ് എവിടെയൊക്കെ ഉണ്ടോ അതൊക്കെ ടാർഗറ്റ് ചെയ്തോളൂ. അതൊന്നും അമേരിക്കയോ അല്ലെങ്കിൽ ഈ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളെയോ വലിയ രീതിയിൽ ബാധിക്കുന്ന ഒരു ഇഷ്യൂ അല്ല. ഷെയ്ഖ് ഈസ എയർബേസ് കുവൈറ്റ്, അതുപോലെ അൽ സലീം എയർബേസ് കുവൈറ്റ്, ഇത് 2 സ്ഥലം ഞങ്ങൾ ടാർഗറ്റ് ചെയ്ത് അറ്റാക്ക് നടത്തിയിട്ടുണ്ടെന്നാണ് ഇറാൻ പറയുന്നത്. അതുപോലെ US മിലിറ്ററി ബേസ് ഇൻ ഖത്തർ, ഇവിടെ ഞങ്ങൾ ആക്രമണം നടത്തിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഓക്കെ, നിങ്ങൾ ആക്രമണം നടത്തിക്കോ. അതായത് എത്ര കാലം ഈ ബേസുകളെ മാത്രം ഇറാൻ അറ്റാക്ക് ചെയ്യും? ഞാൻ പറയുന്നത് 110 മുതൽ 220 കിലോമീറ്റർ ദൂരപരിധിയിൽ ഇറാൻ്റെ തീരത്ത് തന്നെ ഉണ്ട് അമേരിക്കൻ വാർഷിപ്പുകൾ, ഡിസ്ട്രോയേഴ്സ്, ഇതെല്ലാം. അവിടേക്ക് ആക്രമണങ്ങൾ നടത്തൂ എന്നാണ് നമുക്ക് പറയാനുള്ളത്. എന്നിട്ട് ബോൾഡായിട്ട് അതൊരു വീഡിയോ എടുത്ത് നിങ്ങൾ പബ്ലിഷ് ചെയ്ത് ലോകത്തെ അറിയിക്കൂ. ഞങ്ങളൊരു ബ്രേവ് ആയിട്ടുള്ള ഒരു അറ്റംപ്റ്റ് നടത്തി ആക്രമണം നടത്തിയിട്ടുണ്ട്, ഞങ്ങളത് അറ്റംപ്റ്റ് ചെയ്തു, സക്സസ് ആയിട്ടുണ്ട് എന്നുള്ളൊരു വീഡിയോ എടുത്ത് നിങ്ങൾ പ്രചരിപ്പിക്കൂ. സൗത്ത് വെസ്റ്റ് ഇറാനിൽ അമേരിക്ക നടത്തിയ ആക്രമണത്തിൽ ഇതുവരെ 4 പേര് ഇറാനിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട്. 4 പേര്. നിരവധി പേർക്ക് ഗുരുതരമായിട്ടുള്ള പരിക്കുണ്ടെന്നുള്ള വാർത്തയും വരുന്നുണ്ട്. കുവൈറ്റ്, ബഹ്റൈൻ 2 രാജ്യങ്ങളും പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾ ഞങ്ങളുടെ എയർ ഡിഫൻസ് സിസ്റ്റം ആക്റ്റീവ് മോഡിലാണ് ആക്കി വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് ആരും തന്നെ പേടിക്കേണ്ടതില്ല. മിസൈലുകൾ വന്നാൽ ഇൻ്റർസെപ്റ്റ് ചെയ്യപ്പെടും. ഡ്രോൺ ആക്രമണങ്ങളെ തടയാനും ഞങ്ങൾക്ക് പ്രാപ്തിയുണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഈ സാഹചര്യത്തിൽ ബന്ദർ അബ്ബാസ് തുറമുഖത്ത് അമേരിക്കയുടെ ലൂക്കാസ് എന്ന് പറഞ്ഞ ഒരു ഡ്രോൺ ഡൗൺ ചെയ്തതായിട്ട് ഇറാൻ ക്ലെയിം ചെയ്യുന്നുണ്ട്. അത് അവർ ലൂക്കാസ് എന്ന് പറഞ്ഞ ഡ്രോണിനെ അടിച്ച് വീഴ്ത്തിയതായിട്ടാണ് ക്ലെയിം ചെയ്യുന്നത്. ഇറ്റ്സ് ഓക്കെ, ഡ്രോൺ ഇന്നത്തെ കാലത്ത് ആക്രമിക്കപ്പെടുന്നതും അത് ഇൻ്റർസെപ്റ്റ് ചെയ്യപ്പെടുന്നതെല്ലാം സ്വാഭാവികമായിട്ടുള്ളൊരു കാര്യമാണ്. ഹമാസ് വീണ്ടും ഗാസയ്ക്കുള്ളിൽ ഭക്ഷണം മോഷ്ടിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. വാഹനങ്ങളൊക്കെ കടത്തിക്കൊണ്ട് പോവാണ്. അതായത് ചെറിയ സ്ഥലത്ത്, അതായത് ഗാസയ്ക്കുള്ളിൽ ചെറുതായിട്ടൊരു 40% ഇപ്പോൾ തികച്ചില്ല. ആ സ്ഥലത്തിനുള്ളിലാണ് ഇപ്പോൾ യുവമാർ ഈ ലൂട്ടിങ് തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഇസ്രായേലിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഇറാൻ ഈസ് നോട്ട് നെഗോഷിയേറ്റിംഗ് ഫോർ പീസ്. പക്ഷേ അവർ നെഗോഷിയേറ്റ് ചെയ്യുന്നത് സമയത്തിന് വേണ്ടിയിട്ടാണ്, ഒരു ടൈം ഗ്യാപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ്, കുറച്ച് സാവകാശം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇറാൻ നെഗോഷിയേറ്റ് ചെയ്യുന്നത്. ആ തിരിച്ചറിവ് അമേരിക്കയ്ക്കുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. വളരെ കൃത്യമായിട്ട് തന്നെ വരച്ച വരയിലൂടെ മുന്നോട്ട് പോകാൻ പറ്റും. അതുപോലെ നെതന്യാഹു പറഞ്ഞിരിക്കുന്നത് ട്രംപിന് അറിയാം ഇറാനെ കുറിച്ച്, അപ്പോൾ അതുകൊണ്ട് പുള്ളി കൃത്യമായിട്ട് ഇത് മാനേജ് ചെയ്യുമെന്നുള്ളൊരു അപ്രിസിയേഷൻ, ഒരു ഉപദേശം എന്നുള്ള രീതിയിൽ തന്നെയാണ് ഈ ഒരു അപ്രിസിയേഷനിലൂടെ ഒരു ഉപദേശം നൽകിയിരിക്കുന്നത്. UK ഒരു ടാങ്കർ ഷിപ്പിനെ റെഡ് സീയുടെ അടുത്ത് കടന്നു പോകുന്ന സമയത്ത് യമൻ്റെ പരിധിക്കുള്ളിൽ വെച്ചിട്ട് ഒരു 4 ചെറിയ ബോട്ടുകളിൽ വന്ന് ആൾക്കാർ ഈ കപ്പലിനെ ഹൈജാക്ക് ചെയ്യാൻ ശ്രമിച്ചതായിട്ട് UK റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. UK പറഞ്ഞിരിക്കുന്നത് ഇത് സൊമാലിയ കടൽ കൊള്ളക്കാരല്ല, ഇത് IRGC മെമ്പേഴ്സ് ആണെന്നാണ് UK പറഞ്ഞിരിക്കുന്നത്. ട്രംപ് പറഞ്ഞിരിക്കുന്നത് മുജ്തബ ഖൊമനേയി 90% ഡെഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ വാർത്തയാണ് നമ്മൾ 3 ദിവസങ്ങൾക്ക് മുമ്പ് പബ്ലിഷ് ചെയ്തത്. അതായത് പരമാവധി അനലിസ്റ്റുകളുടെ വിലയിരുത്തലുകൾ ഞാൻ 3 ദിവസത്തിന് മുമ്പേ പറഞ്ഞു കഴിഞ്ഞു. പക്ഷേ ഇപ്പോൾ ട്രംപ് അതുമായിട്ട് ബന്ധപ്പെട്ട് 90% മുജ്തബ ഖൊമനേയി ജീവനോടെ ഉണ്ടാവാൻ സാധ്യതയില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ സ്ട്രേറ്റ് ഓഫ് ഹോർമോസ് ആരുടെ കൺട്രോളിലാണ്? അതാണ് ഇപ്പോഴത്തെ നിലവിലത്തെ പ്രശ്നം. ആ പ്രശ്നത്തിന് വേണ്ടിയിട്ട് ഇറാൻ പറയുന്നത് അമേരിക്കയെ ഒരിക്കലും സ്ട്രേറ്റ് ഓഫ് ഹോർമോസിൽ ഒരു ഡോമിനേറ്റ് പവർ ആവാൻ ഞങ്ങൾ സമ്മതിക്കില്ല എന്നാണ് ഇറാൻ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ അതേസമയം ട്രംപ് വീണ്ടും ആവർത്തിച്ച് പറയുകയാണ് അമേരിക്കയാണ് സ്ട്രേറ്റ് ഓഫ് ഹോർമോസിനെ കൺട്രോൾ ചെയ്യുന്നത്, ഞങ്ങൾ ആ സ്ഥലത്ത് ഡോമിനേഷൻ ഉറപ്പിക്കുമെന്നാണ് ട്രംപ് പറഞ്ഞിരിക്കുന്നത്. ഇറാൻ്റെ മിസൈലിൽ അവർ ഗെയിം ഓവർ USA എന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ടാണ് അവർ മിസൈലുകൾ അയക്കുന്നത്. അതായത് ഭയങ്കരമായിട്ടുള്ള തീവ്ര നിലപാടും അതോടൊപ്പം അവരുടെ ആ ഒരു ആശയം കൃത്യമായിട്ട് മിസൈലിൽ വരെ എഴുതി പിടിപ്പിച്ചുകൊണ്ടാണ് അവർ യുദ്ധം നടത്തുന്നത്. യുദ്ധത്തിനെ എത്ര തീവ്രതയോടെയാണ് IRGC നോക്കിക്കാണുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കത്തി നശിച്ചു പോകുന്ന മിസൈലിലൊക്കെയാണ് ഇത്തരത്തിലുള്ള മെസ്സേജുകളൊക്കെ എഴുതി വിടുന്നത് ഇറാൻ. UK MTO റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഏതനിൽ നിന്നും കുറച്ച് നീങ്ങിയിട്ടാണ് 6 ബോട്ടുകളാണ് വന്നത്. അത്രേ 4 ബോട്ടുകളല്ല 6 ബോട്ടുകൾ വന്ന് UK കപ്പലിനെ കടത്തിക്കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് വന്നതാണ് 6 ബോട്ടുകൾ. US ഇറാൻ്റെ അബദാൻ എന്ന് പറഞ്ഞ ഏരിയയിലാണ് അറ്റാക്ക് നടത്തിയത്. മാസീവായിട്ടുള്ള സ്ട്രൈക്കാണ് നടത്തിയിരിക്കുന്നത്. ഫൂട്ടേജസ് വരുമ്പോഴത്തേക്കും ഞാൻ ഷെയർ ചെയ്യാം. അപ്പോൾ എന്തായാലും സൗദി അറേബ്യ അഥവാ സൗദി ബാക്ക്ഡ് യമനീസ് അവർക്ക് വേണ്ടിയിട്ട് നടത്തിയ ഒരു സ്ട്രൈക്ക് സനാ എയർപോർട്ടിൽ ആ എയർ സ്ട്രിപ്പ് അടിച്ച് നശിപ്പിച്ചിട്ടുണ്ട്.
അതിന് പ്രധാനപ്പെട്ട ഉദ്ദേശം മഹാൻ എയർ അവിടെ ലാൻഡ് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. അപ്പോൾ അത്തരത്തിൽ പെർഫെക്റ്റ് ആയിട്ട് ഇവർ ആക്രമണം നടത്തിയോ ഇല്ലയോ എന്നുള്ളതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഇനി പുറത്തു വരേണ്ടതുണ്ട്. ഇനി മഹാൻ എയർ എന്ന് പറഞ്ഞ ഇറാൻ്റെ പാസഞ്ചർ എയർക്രാഫ്റ്റ് അവിടെ ലാൻഡ് ചെയ്യുന്നോ ഇല്ലയോ എന്നുള്ളതിനനുസരിച്ചിട്ടായിരിക്കും അടുത്ത ഘട്ട നീക്കം സൗദി അറേബ്യയുടേത്. തീർച്ചയായിട്ടും ഇറാനും അമേരിക്കയും തമ്മിലുള്ള ആക്രമണങ്ങൾ തുടരും. അമേരിക്ക ഇന്ന് രാത്രിയും ശക്തമായ രീതിയിൽ ഇറാൻ്റെ ഉള്ളിൽ ആക്രമണം നടത്താനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ എന്തായാലും ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.